പ്രിയപ്പെട്ടവരെ, ഇക്കഴിഞ്ഞ ദിവസം വയനാടുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിലും മഴവെള്ളപ്പാച്ചിലിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 200-ലധികം ജനങ്ങളെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, പ്രകൃതി ഏതായാലും അതിൻ്റെ താണ്ഡവം ആടിക്കൊണ്ട് നമ്മുടെ നാട്ടിനകത്തെ 2 ഗ്രാമങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ദുരന്തത്തെ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അതിനെ ഓർത്ത് വിലപിക്കാതെ ഇത്തരത്തിലുള്ള ദുരന്തത്തെ ശക്തമായി നേരിടാനാണ് നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിലെ ദുരന്തമുഖങ്ങളിൽ കേരളം ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള ദുരന്തത്തെ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. നമുക്കറിയാം, കർണാടകയിലുണ്ടായിട്ടുള്ള ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിനകത്തെ ഒരു മനുഷ്യൻ അവിടെ അപകടത്തിൽപ്പെടുകയും അവിടെയുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണോ ഉണ്ടായതെന്ന് നമുക്കറിയാം. നമ്മുടെ കേരളത്തിൻ്റെ മാധ്യമങ്ങളും കേരളത്തിലെ സർക്കാരും അതിനുവേണ്ടി ശബ്ദിച്ചപ്പോൾ മാത്രമാണ് ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിനകത്ത് എന്ത് ദുരന്തം ഉണ്ടായാലും, പ്രളയമായാലും അതിനു മുന്നേ നടന്നിട്ടുള്ള ദുരന്തങ്ങളായാലും, ഇത്തരത്തിലുള്ള ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ചില സമയങ്ങളിൽ എങ്കിലും തമ്മിൽ തല്ലുന്ന കേരളത്തിലെ ജനങ്ങൾ ഇത്തരം സമയങ്ങളിൽ ഒന്നായി നിൽക്കുകയും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്കെതിരെ പോരാടുകയും അവിടെയുള്ള ജനങ്ങൾക്ക് രക്ഷകരായി എത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസമായി വയനാടിനകത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. വയനാടിനകത്ത് നിരവധിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുണ്ട്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുണ്ട്, നമ്മുടെ സർക്കാർ ഏജൻസികളുണ്ട്, സൈന്യമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തനമാണ് വയനാടിനകത്ത് നടക്കുന്നത്. നമുക്കറിയാം, ദുരന്തമുണ്ടായി, രക്ഷാപ്രവർത്തനം നടന്നു. പക്ഷേ അതിനുശേഷം ഇപ്പം പറഞ്ഞതുപോലെ 2 ഗ്രാമങ്ങളാണ് അവിടെ തീരെ ഇല്ലാതായിട്ടുള്ളത്. ഒരു മനുഷ്യായുസിൻ്റെ എല്ലാ പണവും ഉപയോഗിച്ചുണ്ടാക്കിയെടുത്തുള്ള വീടുകൾ, എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾ, കുറച്ചാൾക്കാരെങ്കിലും അവിടെ ബാക്കിയായിട്ടുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്. അപ്പോൾ നമുക്ക് ആ നാടിനെ ഇനിയും നമുക്കത് പിടിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട്. നമ്മളെ ആ നാടിനെ സഹായിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. ആ ഒരു നിർദ്ദേശം വന്ന ഉടനെ തന്നെ നമ്മുടെ കേരള ബാങ്ക് 50 ലക്ഷത്തോളം രൂപ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അതുപോലെ സിയാൽ 2 കോടിയോളം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായി. ഇന്നിപ്പോൾ തമിഴിലെ ഏറ്റവും സൂപ്പർ സ്റ്റാറായിട്ടുള്ള വിക്രം 20 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രമുഖരും നിരവധി ചലച്ചിത്ര മേഖലയിലെ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം നൽകുന്നതിന് വേണ്ടി സഹകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിനകത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ലാഭേക്ഷ കൂടാതെ അതിലേക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും നിരവധിയായിട്ടുള്ള അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാട് എല്ലാ രീതിയിലും ഒന്നിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒന്നിക്കലൊക്കെ ഉണ്ടെങ്കിലും ചില രാഷ്ട്രീയപരമായി അന്ധമായി രാഷ്ട്രീയം കാണുന്ന ചില ആൾക്കാരെങ്കിലും ഈ ദുരിതാശ്വാസ നിധിക്കെതിരെ സോഷ്യൽ മീഡിയയിലും അതുപോലെ പൊതുമണ്ഡലങ്ങളിലും ചർച്ച ഉയർത്തിക്കൊണ്ടുവരികയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഒരു ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ വേണ്ടി പറ്റുന്ന, അതിൽ കണക്കുകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഘടനയാണ് അതിനുള്ളത്. അത് ഇന്ന് നമ്മുടെ നാട്ടിനകത്തെ നിരവധിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും ടെലിവിഷൻ ന്യൂസ് ചാനലുകളും അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് മുന്നാകെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും, ഈ വീഡിയോ എത്ര ആൾ കാണുമെന്നും എനിക്കറിയില്ല, എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന രീതിയിലേക്ക് എനിക്ക് ഇങ്ങനൊരു
ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി പറ്റി. അതുപോലെ എന്നാൽ കഴിയുന്ന രീതിയിലേക്കുള്ള സഹായം എന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഒരു സംഘടന എന്ന രീതിയിൽ നമ്മളും കൊടുക്കാൻ വേണ്ടി തയ്യാറും. ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ദുരന്തമുഖങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള പൈസ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയും ദുരന്ത മേഖലക്കകത്ത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളും മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ സന്നദ്ധ സംഘടനകളുടെ രീതിയിലേക്ക് DYFIയും മറ്റ് സംഘടനകളൊക്കെ ചെയ്യുന്ന പോലെ നമ്മളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിനകത്തെ പരമാവധി അത് 1 രൂപയെങ്കിലും 1 രൂപ പറ്റുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കൊടുക്കണമെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്.